ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, ഓക്കെ. ആ മോളെ എണീ, അമ്മ ഒന്ന് നമ്മൾ കുറച്ച് ഉറങ്ങാം. ഇതാ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. എന്തമ്മ, മുത്തശ്ശൻ വന്നിട്ടുണ്ടോ? ശരി, ഓക്കെ. അങ്ങനെ കൊടു ആ കുട്ടി ഓടിപ്പോയി. മുത്തശ്ശ, മുത്തശ്ശ. അമ്മണി എണിച്ചോ? ആ എണിച്ചു മുത്തശ്ശ. മുത്തശ്ശ എനിക്ക് എന്ത് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഗിഫ്റ്റാ? മോളെ 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 ഫോണുണ്ടോ? ആ ഉണ്ട് മുത്തശ്ശ. എന്നാ ശരി മോളെ. മുത്തശ്ശൻ കുറച്ച് നേരം ഫോൺ യൂസ് ചെയ്തിട്ട് മുത്തശ്ശൻ തരാം. ഫുള്ള് ചാർജ് ഉണ്ടല്ലേ? ആ മുത്തശ്ശൻ പറഞ്ഞാൽ മതി, ഞാൻ ഫുള്ള് ചാർജ് ചെയ്തിട്ടുണ്ട് മുത്തശ്ശ. ശരി അമ്മി, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ മുത്തശ്ശൻ റൂമിലേക്ക് പോയി. ഇങ്ങനെ മുത്തശ്ശൻ ഒരു മാജിക് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് ഫോൺ ഒരു മാജിക് യൂസ് ചെയ്തു. ഫോണിനകത്ത് മാജിക് ഫോണായി മാറി. ശരി, മുത്തശ്ശൻ പറയാൻ തുടങ്ങി. മകനെ എന്താച്ചാ പറഞ്ഞേക്ക്, നീ പറഞ്ഞതും കൊണ്ടാണ് ഞാൻ ഈ ഫോൺ മാറ്റി വരുത്തിയത്. നിനക്കൊരു ഭയങ്കര പേടിയാണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. ഇല്ല, നിറയെ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. ഇതെൻ്റെ പേരക്കുട്ടിക്കാണ്. അച്ഛനെൻ്റെ ഒരു ഫോൺ കിട്ടത്. എന്താ ഈ ഫോണിപ്പോൾ മാറിയിട്ടുണ്ട്. ഇതിപ്പം മാജിക് ഫോണാണ്. ഈ ഫോണിൽ ഇപ്പം പ്രശ്നം എല്ലാം സോൾവ് ആവും. അത് മാത്രമല്ല, ഈ മാജിക് ഫോണാണ്. ഇത് എൻ്റെ മാസ്റ്റർ എനിക്ക് തന്നതാ. ഈ ഫോണിൽ വെച്ചിട്ട് ചെയ്യുന്ന യൂസ് ഞാനിപ്പോൾ ഈ ഫോണിലേക്കാണ് മാറ്റിയത്. അതുകൊണ്ടല്ല, ഈ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. ശരി അച്ഛാ. ശരി, മോളോട് പറയണം, മനസ്സിലായോ? ശരി, വിളിച്ചോ. ആ മോളെ, എന്നെ വിളിച്ചു. മുത്തശ്ശ. മോളെ, ഇതാണ് മാജിക് ഫോൺ. മുത്തശ്ശ, മാജിക് ഫോണാ? അതെ മോളെ. അതെ, ഇതൊരു മാജിക് ഫോൺ. ഈ ഫോൺ നല്ല കാരണം പറയാൻ തുടങ്ങി. ഇത് നല്ല എന്ത് കാരണം യൂസ് ചെയ്യാം, എല്ലാ കാര്യം പറയാൻ തുടങ്ങി. ടാൻസ് ഗ്രാൻഡ്പാ. ശരി, ഓക്കെ. മുത്തശ്ശനക്ക് ലേറ്റായിമ്മ, ഞാൻ പോയിട്ട് വരാം. ശരി മുത്തശ്ശ. ശരി, ഓക്കെ. വാ, ഫോൺ കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോ. മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പറയുന്ന കേട്ടോ, ഇവളെ ഫിയാൻസി വരുന്ന കാരണം, ഇവളെ ഭർത്താവ് വരാൻ കാരണമുള്ളതാണ് ഫോൺ. ഇതിൽ ഒരു ഇതുണ്ട്, അത് അവളോട് നീ പറഞ്ഞു കൊടുക്കണം. ശരി, ഓക്കെ. ശരി മുത്തശ്ശ ഒരു മിനിറ്റ്, നീ പറയില്ല മോളെ. മുത്തശ്ശ, എന്താ നിനക്ക് വരുന്ന ഫിയാൻസിൽ ഒരു മാറ്റങ്ങളുണ്ടാവും. ഈ ഫോണെന്ന് കാട്ടിത്തരും. അതുമാത്രമല്ല, അവർക്ക് പിന്നെ നിനക്ക് കാത്തു വരും. ഇങ്ങനെ ഫ്ലവർ മണം വരും. അതുമാത്രമല്ല, പൂക്കൾ ആകാശത്ത് വീണ മതി. ഇങ്ങനെ നടക്കുന്ന കാര്യമല്ല പറഞ്ഞു തുടങ്ങി. ഓക്കെ മുത്തശ്ശ. ശരി, ഓക്കെ. അത് നിനക്ക് പിന്നെ മനസ്സിലാവും. ശരി മുത്തശ്ശ. ഞാൻ പറഞ്ഞ് സ്മൈൽ ചെയ്ത് മുത്തശ്ശ അവിടെ നിന്ന് പോയി. എനിക്ക് ഫിയാൻസി വരുമോ? പ്രിയ. അയ്യോ, രാശച്ചി, ഇവൾ വന്നു. അതെ, ഹീറോയായിരുന്നു. പ്രിയ എന്ന് പേരാണ്. ഹീറോയി ഗുഡു ഓടി വന്ന് പറയാൻ തുടങ്ങി. മച്ചി, നീ എന്തടി വന്ന? എടി, നമുക്ക് പോണ്ടേ വീട്ടിലേക്ക്? അച്ഛാ, ഞാൻ പോയിട്ട് വരാം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അതെ ഫ്രണ്ട്, അവ കൊണ്ടുവന്നിട്ടുണ്ട് റോസ്. കൊണ്ടുവന്നിട്ടുണ്ടോടി? അതെ, അനു കൊടുന്നിട്ടുണ്ട്. നമുക്ക് പോവാ. അനു കൊടുന്നിട്ടുണ്ട്. അങ്ങനെ അനു വീട്ടിലേക്ക് പോയി. അനുവിൻ്റെ ഫോൺ ഓൺ ചെയ്തു. അനു പറയാൻ തുടങ്ങി. മച്ചി, എൻ്റെ ഫോണും എടുക്കായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫോണാണ് ഇത്ര നാം യൂസ് ചെയ്തത്. നമുക്ക് സിംഗേഴ്സ് നോക്കാം. അങ്ങനെയായിട്ട് 7 BTS മെമ്പറുടെ സോങ് വന്നു. ഫസ്റ്റ് വന്നു. വാവ്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഇവരെ കാണാൻ. എടി, അനു പറയുന്നു, ഇവരുടെ ലാംഗ്വേജ് അറിയില്ലല്ലോടി. അങ്ങനെയായിട്ട് ഇതാ വെച്ച് നോക്കിക്കോ. എന്നിട്ട് ഫ്രണ്ട് അനു കൊടുത്തു. ഇത് നോക്കോ, ഇവരെ നോക്കുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ നിനക്ക്? അങ്ങനെയായിട്ട് നോക്കി. ഞാൻ എക്സ് കൊണ്ട് നോക്കാം അങ്ങനെ പറഞ്ഞ എക്സോ ഗ്രൂപ്പിനെ നോക്കി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ഷോക്കായി. എടി, നീ എന്താടി എക്സോ ഗ്രൂപ്പ്? ഇത് എക്സോ, എനിക്ക് എക്സോ ഓക്കെ, ഞാൻ എക്സോ നോക്കുന്ന അവൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇവരെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്യാമായിരുന്നു. അതെ, അങ്ങനെയായിട്ട് ഫോൺ കുറച്ച് ഇങ്ങനെ സംസാരിച്ചു. അവർ 3 പേരായിരുന്നു. കുറച്ച് സംസാരിക്കും. നമുക്ക് ഇവർ കാണാൻ പറ്റില്ല. മാജിക് ഫോൺ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയേൻ്റെ വീട്ടിലാണ് ഉള്ളത്. പ്രിയേൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. മാജിക് ഫോൺ അവിടെ ചാർജ് കുത്തി വെച്ചായിരുന്നു. ഫോൺ അവിടെ ഓണിലുണ്ടായിരുന്നു. നമുക്ക് അവിടേക്ക് കുറേയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുന്ന BTS മെമ്പർ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയായിട്ട് എന്ന് എനിക്ക് സാഡായിട്ട് പറയാൻ തുടങ്ങി. ഫോൺ സംസാരിക്കാൻ തുടങ്ങി.
എൻ്റെ മാസ്റ്റേ, നിങ്ങൾക്ക് അവരെ കാണണോ? ഇത് കേട്ടോ രണ്ട് ഫ്രണ്ട്സൊക്കെ പേടി, അയ്യോ പ്രേതോ. അനു പറയാൻ തുടങ്ങി. അത് കേട്ട് റോസ് പറയാൻ തുടങ്ങി, ഇതേത് വായിസ്. അങ്ങനെ ഫോണ് ഒരു ഫോൺ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അയ്യോ പ്രേതം ഇതിൻ്റെ അകത്ത്. പേടിക്കണ്ട, അതെൻ്റെ ഫ്രണ്ട് ടെടി, കരടി. അങ്ങനെ ഒരു കരടി രൂപ, അതൊരു കരടിയായി മാറി, കുട്ടിക്കരടിയായി. കരടി പറയാൻ തുടങ്ങി, ഞാനൊരു ഫോണാണ്, ഞാൻ മാജിക് ഫോൺ. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ്, നിങ്ങൾ സീക്രട്ട് ഉണ്ടാക്കൂ. അത് മാത്രമല്ല, നിങ്ങൾക്കും ഇവൾക്കും ഫസ്റ്റ് മാരേജാണ്. എന്ത് മാരേജ്? കൺഗ്രസ്. റോസ് പറയാൻ തുടങ്ങി. മുണ്ടാതിരി. അനു പറയാൻ തുടങ്ങി, എന്ത് മാരേജാ? അതെ ഇവരെ ഫിയാൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, ഒരു കൂട്ടുകാരനായി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കരടി പറയാൻ തുടങ്ങി. ശരി, ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഊറുകൾ, ട്രിപ്പ് എൻജോയ് എല്ലാം ചെയ്യാൻ തുടങ്ങി. ആ കരടി ഒരു കുട്ടി ഒരു ബോയ് ബേബി ആയിട്ട് മാറി. അങ്ങനെ ആയിട്ട് മനുഷ്യനായിട്ട് മാറി. അങ്ങനെ ഫുഡ് എവിടേക്കെല്ലാം പോകുമ്പോൾ കൂടെ ട്രിപ്പ് എല്ലാം ഇങ്ങനെ അവിടെയുള്ള കുറച്ച് പ്ലേസിലെല്ലാം അങ്ങനെ കറങ്ങാൻ തുടങ്ങിയായിരുന്നു. വാവ്, നല്ല മങ്ങിയിട്ടുണ്ടല്ലേ. ശരി. അതിലൊരു ചെക്കന് വന്നു, കുടിച്ചിട്ട് ഭയങ്കര ബോധമായിട്ട്. ഗേൾസ് അങ്ങനെ പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ കൈ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ റോസിനെ കൈ പിടിച്ചു തരാം. റോസ് വിടടാന്ന്. അങ്ങനെ അവനെ ഒരു കൈ വിട്ട് അവനെ ഒരു തെറിച്ച് വീണ് പോയി. റോസിനോട് പറയാൻ തുടങ്ങി, ഒരു കുത്തുന്ന്. റോസ് ഒരു കുത്തി. അവന് തെറിച്ച് ഒരു മരത്തിന് പോയിട്ട് വീണു. ഇത് കണ്ട് എല്ലാവരും ബാക്കി കുട്ടിമാരെല്ലാം പേടിച്ചു പോയി. റോസ് പറയാൻ തുടങ്ങി, ശരി, ഓക്കെ. പിന്നെ ഒരു കുട്ടിയെ കരഞ്ഞുകൊണ്ടായിരുന്നു. ആ കുട്ടീനെ വെടിച്ചായിരുന്നു, ടോർച്ചർ ചെയ്യായിരുന്നു. അങ്ങനെ ആ കുട്ടീനെ രക്ഷിച്ച് അങ്ങനെ അവനെ 4 ഗുണ്ടേഴ്സ്മാരും കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് ബോയ്സായിരുന്നു. അവനെ 4-5 അങ്ങനെ 3 പേർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്, ഗെട്ടപ്പ് ചേഞ്ച് ചെയ്ത്. ആ കരടി ഒരു ഡ്രസ്സ് കൊടുത്തു, സൂപ്പർ ഡ്രസ്സ്. അങ്ങനെ ആ ഡ്രസ്സ് ഇട്ട് എല്ലാവരും സൂപ്പർമാനും പോലെ അങ്ങനെ രക്ഷിച്ച് അവർക്ക് ഇതാക്കി. കരടി പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് ഞാൻ പവർ തരാം. അതുകൊണ്ട് ഇങ്ങനെ ഓരോ നല്ല ഗെട്ടപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് തല്ലിപ്പിള്ളി ചെയ്യാൻ തുടങ്ങി. അങ്ങനായിട്ട് റോസ് പറയാൻ തുടങ്ങി, എടി മച്ചി, പ്രിയ പറയാൻ തുടങ്ങി, എടി വീട്ടിലേക്ക് വാ, നമുക്ക് രാത്രി തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഫോൺ പറഞ്ഞു, നിങ്ങൾ രാത്രിയാണ് നമുക്ക് ട്രൈ ചെയ്യാം, 12 മണിക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ ഫോൺ പറയാൻ തുടങ്ങി.